നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ ആചാര്യ വിഷ്വൽ മീഡിയയിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ പുതുവർഷത്തെക്കുറിച്ച് ചിന്തിക്കുക. പുതുവർഷം വരെയാണ്. ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് 1201 ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തൊട്ട് ചിങ്ങമാസം ആരംഭിക്കുകയാണ്. ഒരു വർഷം ആണ് ഈ പുതുവർഷ ഫലം. അപ്പോൾ ഓരോ രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയാണ്, പുതുവർഷ ഫലത്തെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചാനലിലൂടെ ചെയ്യണേ. ഇന്ന് നമ്മൾ ധനു രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ധനു രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയാണ്? ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ശരിക്ക് ധനുരാശി. ധനു രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്നുണ്ടെങ്കിൽ പോലും നിവൃത്തി സ്ഥാനത്ത് അല്ലെങ്കിൽ 7ലേക്ക് വ്യാഴം നിൽക്കുകയാണ്. ആ ലഗ്നാധിപനായ വ്യാഴം, അതായത് കൂറിൻ്റെ അധിപനായ വ്യാഴം 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ലക്ഷം ദോഷം ഗുരുഹന്തി, ലക്ഷം ദോഷം ഉണ്ടെങ്കിലും വ്യാഴൻ്റെ ദൃഷ്ടി കൊണ്ട് തീർന്നു കിട്ടും. അപ്പോൾ വ്യാഴം അവിടെ വലിയ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഉണ്ട് കണ്ടകൻ. 4 ശനിയൊക്കെയാണ്. 4 ശരീരസ്ഥാനം, മനഃസ്ഥാനം, കുടുംബസ്ഥാനം, വാഹനസ്ഥാനം ഒക്കെയാണ് 4. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവാം. മാതാവിന് അല്ലെങ്കിൽ മാതൃതുല്യരായവർക്ക് അരിഷ്ടത വരാം. വാഹനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാവാം, അല്ലെങ്കിൽ ധന നഷ്ടം സംഭവിക്കാം. ഇതൊക്കെ വരുന്ന കുറച്ച് കുടുംബ സൗഖ്യം കുറയാം, ഇതൊക്കെ വരും. എന്നാലും വ്യാഴം 7ൽ നിന്നുകൊണ്ട് കൂറിനെ ദൃഷ്ടി നിൽക്കുന്നതിൻ്റെ പേരിൽ സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും എന്തൊക്കെ വന്നാലും അതിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തണം. എന്തിനാണ് ബെൽ ബട്ടൺ അമർത്താൻ പറഞ്ഞത്? ഇതിന് ഞങ്ങൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. 1 മണിക്കൂറോളം സമയമെടുത്ത് ലൈവ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. എന്തിന് ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ അതാത് സമയത്ത് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ അറിയുന്നത് തന്നെ. അത് വരാതിരിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായി മാറിട്ട്. നമ്മൾ ഇപ്പോൾ 55,000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രോഗ്രാം ഇങ്ങനെ വരാൻ പോണ ഓരോ ഗ്രഹമാറ്റവും അല്ലെങ്കിൽ തന്നെ ഓരോ വ്യത്യാസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണേ. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെയും എല്ലാ മാസവും നിശ്ചിത ദിവസം കൺസൾട്ടേഷൻ ഉണ്ട്. ഇവിടെ ഓൺലൈനായിട്ടും അല്ലാതെ ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, വിളിച്ചിട്ടെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരാതി പറയുന്നതിന് കാരണം പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ കണ്ടകശനിയുണ്ട്. ശനിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ശാസ്താവിനെ നീരാഞ്ജനം കത്തിക്കണം. വേണം നമുക്ക് വളരെ സപ്പോർട്ടീവായി നിൽക്കണം. അപ്പോൾ ശനിയുടെ ദോഷത്തെയും കൂടി കുറച്ചു കൊടുക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാ ധനുരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.